കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. നയനയുടെ അടുത്ത് ആദർശ് തന്റെ മനസ്സ് ഓർക്കാണ്. നയനയോട് പറഞ്ഞത്, കഴിഞ്ഞ ദിവസം നീ ഇട്ടിരുന്ന ഡ്രസ്സ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ അത് ഞാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ എന്താന്ന് വെച്ചാ നിന്നോടുള്ള ദേഷ്യം കൊണ്ടായിരുന്നു. അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് പറഞ്ഞു പോയതാ. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ, നല്ല ഭംഗിയുണ്ട്. അതുപോലത്തെ ഡ്രസ്സ് ഇട്ടാണ് നമുക്കിനി പുറത്തു പോകണം. നീ നല്ല മേക്കപ്പ് ഒക്കെ ചെയ്തു വരുമ്പോ നിന്നെ കാണാൻ നല്ല സുന്ദരിയാന്ന് പറയാ. ഇത് കേട്ട നയന ചോദിച്ചു, ഓഹോ അപ്പൊ ഞാൻ മേക്കപ്പ് ചെയ്താൽ മാത്രം സുന്ദരിയാണല്ലോ എന്ന് ചോദിക്കുക. ഇത് കേട്ട ആദർശൻ, അല്ലെങ്കിൽ നീ സുന്ദരിയൊക്കെ തന്നെയാ, പക്ഷേങ്കില് നീ ഒരുങ്ങി വരുമ്പോ കാണാൻ നല്ല ഭംഗിയുണ്ട്. നിനക്ക് കഴിഞ്ഞ ദിവസം ഇട്ട വേഷം നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറയാം. പിന്നീട് നയന പറഞ്ഞു, അതൊക്കെ കുഴപ്പമില്ല, പക്ഷേങ്കില് ഇനി എങ്ങാനും അങ്ങനെയൊക്കെ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് പറയണം. അതെ, അമ്മ കാണാണ്ട് നമുക്ക് പോവാം, നമ്മൾ ഇടയ്ക്ക് പോകുന്ന പോലെ നമുക്ക് പോയാൽ മതി എന്ന് പറയാം. നയന പറഞ്ഞു, കൊള്ളാം. ആദർശാണ്ട് ഇത് അമ്മയുടെ കേക്കൊന്ന് പറയാൻ പറ്റുമോന്ന് ചോദിക്കും. അതെ, അമ്മയുടെ കേക്ക് പറഞ്ഞിട്ട് നമുക്ക് പുറത്തു പോകാൻ പറ്റുന്ന കാര്യമാണോ? ആ നിനക്ക് ചിന്തിക്കാവുന്നല്ലേ ഉള്ളെന്ന് പറഞ്ഞിട്ട് ആദർശ് അങ്ങോട്ട് പോവാണ്. ഈ സമയം അനി വല്ലാത്ത സങ്കടത്തിലാ. നന്ദുവിനെ പോയി കണ്ടതോടുകൂടി അനിക്ക് സർവ്വ നിയന്ത്രണം വിട്ടുപോയി. കാരണം നന്ദുവിന്റെ മനസ്സിൽ ഇപ്പോഴും തന്നോട് പ്രണയമുണ്ട്. പക്ഷെ അവൾ ആർക്കോ വേണ്ടിയിട്ട് തന്റെ ഉള്ളിലെ പ്രണയം മാറ്റി വെച്ചിരിക്കാന്ന് എനിക്ക് മനസ്സിലായി. അവള് തന്റെ മുന്നിൽ നന്നായിട്ട് അഭിനയിക്കുവാണ്, അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇതുവരെയായിട്ട് അവള് തന്റെ മുഖത്ത് നോക്കി പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും അവളൊന്ന് പറയുമായിരുന്നെങ്കിൽ തനിക്ക് അവൾക്ക് ഒന്നാകുമായിരുന്നു. താൻ ആരെ നോക്കത്തില്ല, താൻ അവളെ സ്വന്തമാക്കിയാണ്. പക്ഷെ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് അനി വീട്ടിലേക്ക് കയറി വരുന്നത്. അങ്ങനെ അനി വന്നു കഴിയുമ്പോ നയന അങ്ങ് ചെന്നു. നയന ചോദിച്ചു, എന്ത് പറ്റി ഇനി? നിന്റെ മുഖം എന്താ വല്ലായിരിക്കണെന്ന് ചോദിക്കേ. ഒന്നുമില്ല ഏട്ടത്തിന്ന് പറയണേ. എന്തോ കാര്യമുണ്ട്, എന്തേലും ഉണ്ട് ഏട്ടത്തിയോട് പറ എന്ന് പറയണം. ഒന്നുമില്ല. ഇനിയിപ്പൊ ഞാൻ എന്തേലും പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ ഏട്ടത്തി? അല്ലെങ്കിലും എന്റെ വാക്കിനെ കൂടെ വല്ല വിലയുണ്ടോ എന്ന് ചോദിക്കാം. നയന ചോദിച്ചു, അതെന്താ നീ അങ്ങനെ പറഞ്ഞു? ഞാനങ്ങനെ പറഞ്ഞോളൂന്ന് പറയണം. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇനി നിന്റെ കല്യാണത്തിന് അധികം ദിവസമില്ല. ഓർണമെന്റ്സ് വരെ എടുക്കാനായിട്ട് തുടങ്ങി. ഇനിയിപ്പം നിന്റെ മനസ്സ് വേറെ എന്തെങ്കിലും ചിന്തകളുണ്ടെങ്കിൽ, മറ്റെന്തെങ്കിലും ചിന്തകളുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് കുഴിച്ചു മൂടിയാരെ. നിന്റെ മനസ്സിന് അനാമിക മാത്രം മതി എന്ന് പറയാം. ഇത് കേട്ട അനി പറഞ്ഞു, അല്ലേലും ഞാൻ അങ്ങനെ മറ്റുള്ള ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞോണ്ടിരിക്കുക ഏട്ടത്തി. എന്റെ മനസ്സിലാക്കിയാണ് അവളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്, എന്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അനിയും കൂടെ കയറിപ്പോ. നയനയ്ക്ക് മനസ്സിലായി അനിയുടെ മനസ്സ് വീണ്ടും നന്ദു കടന്നു കൂടിയിട്ടുണ്ട്. കാരണം എത്രയാന്ന് വെച്ചാലും അവനെ ആഴത്തെ സ്നേഹിച്ചല്ലേ അവളെ, അതുപോലെ തന്നെയായിരിക്കുമല്ലോ ആ നന്ദുവിന്. ഈ സമയം നന്ദു അത്രപോലെ തന്നെയായിരുന്നു നന്ദുവിന്റെ അവസ്ഥ. കാരണം സാരി കൊണ്ട് കൊടുത്തിട്ട് പോകുന്നതിന് ശേഷം ആ സാരിയും കെട്ടിപ്പിടിച്ചായിരുന്നു നന്ദു കരഞ്ഞോണ്ടിരുന്നത്. അപ്പോഴാണ് കനക അങ്ങോട്ട് വരുന്നത്. കനക വന്നിട്ട് ചോദിച്ചു, എന്താ നന്ദൂട്ടാ നീ എന്താ കരഞ്ഞോണ്ടിരിക്കണെന്ന് ചോദിക്കുവാണ്. ഒന്നുമില്ലമ്മേന്ന് പറയാണ്. പെട്ടെന്നാണ് ആ സാരി കണ്ട്, ആഹാ ഇത് കൊള്ളാലോ, ഇതാരെന്നാന്ന് ചോദിക്കുവാണ്. അല്ല നീ സാരി ഒന്നും ഉടുക്കാറില്ലല്ലോ എന്ന് ചോദിക്കുവാണ്. അപ്പോഴാണ് ഗോവിന്ദൻ അങ്ങോട്ട് വരുന്നത്. ഗോവിന്ദൻ പറഞ്ഞു, ഇത് അനി കൊണ്ട കൊടുത്താന്ന് പറയണ. അനിമോനോ? അവൻ എപ്പോഴാ വന്നേ? കുറച്ചു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു പറയണം. ഇത് കേട്ടതും വല്ലാത്തൊരു ടെൻഷനായിപ്പോയി കനയ്ക്ക്. എന്തിനാ വന്നേ, എങ്ങനെയാന്നോ ടെൻഷനാ. നന്ദൂട്ടാ അവന് വന്നിട്ട് എന്താ പറഞ്ഞെന്ന് ചോദിക്കാണേ. കുഴപ്പമൊന്നുമില്ലമ്മേ, എല്ലാവർക്കും ഡ്രസ്സ് മേടിച്ചു കൊടുത്തില്ല, എനിക്കിവിടെ വാങ്ങിച്ചതും പറഞ്ഞ് സാരി തന്നിട്ട് പോയി. ഈ സാരി ഉടുത്ത് കല്യാണത്തിൽ ചെല്ലണമെന്ന് പറഞ്ഞെന്ന് പറയണം. ഇത് കേട്ടതും കനയ്ക്കും വല്ലാത്ത വിഷമമായിപ്പോയി. നന്ദൂട്ടാ നീ സങ്കടപ്പെടണ്ട കേട്ടോ, അറിയാലോ നിന്റെ 2 ചേച്ചിമാരുടെ ജീവിതം അവിടെ ഉള്ളത്. ഇനി നീയും കൂടെ ചെന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അല്ലെങ്കിലും അവിടെ പോയി നിന്ന അനുഭവം കൊണ്ട് ഞാൻ പറയുന്ന, ഒരിക്കലും നീ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം ശാശ്വതമാവില്ല. കാരണം അനുമോന് നിന്നെ ഇഷ്ടമായിരിക്കും, പക്ഷെ അവിടെയുള്ളവർ അങ്ങനെ ആയിരിക്കില്ല നിന്നെ കാണുന്നേ. ഇപ്പൊ തന്നെ നിന്റെ ചേച്ചിമാർ അവിടെ കിടന്ന് ശ്വാസം മുട്ടുന്ന ഞാൻ കാണുന്നല്ലേ. അവരുടെ പെരുമാറ്റമൊക്കെ എത്രമാത്രം ക്രൂരതയോടാന്ന്. ഇനിയിപ്പൊ നീയും കൂടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ എന്തൊക്കെയാ സംഭവിക്കുന്നറിയാം. അത് മാത്രല്ല മൂർത്തി മുത്തശ്ശനാണ് വാക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ വാക്ക് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ പിന്നെ ജീവനോടെ കാണുമെന്ന് ചോദിക്കാം. അതിന് ഞാനൊന്നും പറഞ്ഞില്ല അമ്മേ, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയണം. നന്ദൂട്ടാ നിന്റെ ഈ മനസ്സിലെ ടെൻഷനൊക്കെ കളഞ്ഞ് നീ ഇടയ്ക്ക് അനന്തപുരിയിലേക്ക് വരണം. ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങുക, നീ അങ്ങോട്ട് വരണം. കാരണം വരാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയം തോന്നും. പിന്നെ അനിയുടെ മുന്നിൽ വെച്ച് നീ നല്ല രീതിയിൽ തന്നെ പെരുമാറണം. കാരണം അവിടെ ഉള്ളവർക്കും തോന്നണം നിനക്ക് അനിയോട് പ്രണയോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലെന്ന്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവന്റെ ഫ്രണ്ട് മാത്രമായിരുന്നു നീ എന്ന് അവർക്ക് എല്ലാവർക്കും തോന്നണം എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ഉപദേശിക്കുന്നുണ്ടായിരുന്നു കനക. കനക പെറ്റമ്മയല്ലേ, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. തന്റെ മോൾക്കൊരു നല്ല ജീവിതം കിട്ടണമെന്നല്ലേ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അനി നല്ലവനാ, പക്ഷെങ്കിൽ ആ കുടുംബത്തിലേക്ക് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ നന്ദുവിന്റെ ജീവിതം ഒരിക്കലും ശരിയാകത്തില്ല. അത് മാത്രല്ല 3 പെൺമക്കളെ കോടീശ്വരന്മാരുടെ വീട്ടിലേക്ക് കെട്ടിച്ചുവിടാനായിട്ട് താൻ ഇറക്കിയ തന്ത്രമാണെന്ന് എല്ലാരും വിചാരിക്കുള്ളൂ. അത് മാത്രമാണ് ഏറ്റവും വലിയ പേടി കനകയുടെ. പിന്നീട് കനകയും കൊണ്ട് പോവാണ്. ഈ സമയം അനാമിക അനിയനെ വിളിക്കുവാണ്, ഫോൺ ചെയ്യുവാണ്. ഫോൺ ചെയ്യുന്ന ഇപ്പൊ അനിക്കാണ് എന്ത് സംസാരിക്കണം എന്നറിയത്തില്ല. അവളാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ചോണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടും കൽപ്പിച്ച് ഫോൺ എടുക്കും.
എന്താ ഞാൻ ഫോൺ വിളിച്ചിട്ട് നിനക്ക് എന്താ എടുക്കാനൊരു മടിയെന്ന് ചോദിക്കണേ. ഒന്നുമില്ലാന്ന് പറയണ. അല്ല എന്ത് പറ്റിയാ നിന്റെ സൗണ്ട് എന്നാ വല്ലായിരിക്കണേ നിൽക്കും. ഒന്നുമില്ല, നീ വിളിച്ച കാര്യം എന്താന്ന് പറ. അല്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി? ഇന്ന് ഷോപ്പിങ്ങിനൊക്കെ പോയല്ലോ, അപ്പൊ ഓർണമെന്റ്സ് ഒക്കെ എടുത്ത് അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി വിളിച്ചാന്ന് പറയണ. അതാണോ? അതൊക്കെ അവരെടുത്ത് കാണായിരിക്കും, ഞാൻ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ലെന്ന് പറയാ. ഇത് കേട്ടതും അനാമിക പറഞ്ഞു, അതെന്താ നീ ചോദിക്കാത്തെ? നിനക്കപ്പൊ ഇതിന് താല്പര്യമില്ലേന്ന് ചോദിക്കും. ഇതേ അനാമിക പറഞ്ഞല്ലോ, ഈ ഓർണമെന്റ്സും കാര്യങ്ങളും അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല, അതൊക്കെ അവരല്ലേ പോയി എടുക്കുന്നേ. അത് നിന്റെ ഇഷ്ടത്തിന് ഉള്ള സാധനങ്ങളും ആയിരിക്കും എടുത്തിരിക്കുന്നേ. ഇനിയിപ്പൊ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല, നീ അതുകൊണ്ട് മാറ്റിയെടുത്തോ, കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം. അപ്പൊ നിന്റെ ഇഷ്ടത്തിനൊരു പ്രാധാന്യമില്ലേ നീ ചോദിക്കണം. നമ്മുടെ കല്യാണം അല്ല നടക്കുന്നേ, അപ്പൊ നീയും കൂടെ വേണ്ടായിരുന്നു സെലക്ട് ചെയ്യാനെന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ടത് അനി പറഞ്ഞു, അത് അനാമിക ഞാൻ ഒരു വട്ടം നിന്നോട് പറഞ്ഞു പറയണ. എനിക്കൊരു കാര്യം മനസ്സിലായി, എന്നോട് സംസാരിക്കാൻ പോലും നിനക്കിപ്പോ താല്പര്യമില്ലല്ലേ എന്ന് ചോദിക്കുവാണ്. ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ എങ്ങനെയാവും തീരും അനിന്ന് ചോദിക്കുക. ഈ സമയം അനി പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ എന്നെ ഒന്ന് വെറുതെ വിട, എപ്പൊ നോക്കിയാലും എനിക്ക് കുറ്റപ്പെടുത്താൻ മാത്രം സമയമുള്ളൂ എന്ന് ചോദിക്കുക. ഞാനാണെങ്കിൽ പറഞ്ഞില്ല, എനിക്കാണെങ്കിൽ എന്റെ ഇപ്പൊ ഒരു വിവാഹത്തിന് പോലും എന്റെ മനസ്സ് പാകമല്ല, എന്നിട്ട് പോലും നിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഇപ്പൊ കല്യാണം കഴിക്കാന്ന് പോലും സമ്മതിച്ചേ. ഇത് കേട്ടതും അനാമിക പറഞ്ഞു, എന്റെ നിർബന്ധത്തിന് വഴങ്ങിയോ? ഇപ്പൊ ഞാനാണോ കുറ്റക്കാരി എന്ന് ചോദിക്കുക. കുറ്റക്കാരി ഏതാണ്ടല്ല അനാമിക പറഞ്ഞേ, ഇപ്പൊ വിവാഹം വേണ്ടെന്ന് പറഞ്ഞിരുന്ന ഞാനാ. ഇടപെടിയുന്ന ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്നും കൂടെ ഉൾക്കൊള്ളാൻ പറ്റില്ല, അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, അല്ലാതെ നിന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടൊന്നുമല്ല. എനിക്ക് നിന്നെ ഇഷ്ടമാ, ഇഷ്ടക്കുറവൊന്നും ഇല്ല എന്ന് പറയാം. കാരണം എനിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അത് വലിയൊരു ഭൂകമ്പമാക്കും. ഇനിയിപ്പോ അവൾ എന്തൊക്കെയാ ചെയ്തു കൂട്ടെന്ന് പറയാനും പറ്റില്ല. എന്നാ ശരി, ഞാൻ ഫോൺ വെച്ചോട്ടെ, ഇച്ചിരി തിരക്കണമെന്ന് പറഞ്ഞോണ്ട് അനി അങ്ങോട്ട് ഫോൺ കട്ട് ചെയ്യണം. ഈ സമയം അനാമിക്ക് തോന്നി, അനിയുടെ മനസ്സിൽ എന്തോ ഒരു ചാഞ്ചാട്ടമുണ്ട്. ഒരു പക്ഷെ നന്ദുവിനെ കാണാൻ എങ്ങാനും പോയോ, പറയാൻ പറ്റില്ല. ഇനിയിപ്പോ കല്യാണത്തിന്റെ സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും, ആ നന്ദു എങ്ങാനും വന്ന്, അങ്ങനെയാണ് അത് ഇല്ലാത്ത പ്രശ്നവും. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഒരു കാര്യം ചെയ്യാം, അനിയുടെ അമ്മയോടൊന്ന് പറഞ്ഞാലോ, കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ, നന്ദുവായിട്ടുള്ള ഇഷ്ടത്തെ കുറിച്ചൊക്കെ. ഇനിയിപ്പം എത്രയെന്ന് വെച്ചാൽ ഒളിച്ചു വെക്കുന്നേ. ഒരു പക്ഷേങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ അവര് ചിലപ്പോൾ അനിയനെ ഉപദേശിക്കുമായിരിക്കും. ഇനിയിപ്പം നന്ദു വരുവാണെങ്കിൽ പോലും നന്ദുവിന്റെ മേലെ അവരുടെ ഒരു കണ്ണ് എപ്പോഴും കാണും. ഇനിയിപ്പൊ കല്യാണത്തിന്റെ സമയത്ത് തന്നെ ചതിച്ചിട്ട് അങ്ങനെ പോകാൻ വല്ല ഉദ്ദേശം ഉണ്ടെന്നും പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഓർത്ത് അനാമിക അങ്ങോട്ട് കാട് കയറി അങ്ങ് ചിന്തിച്ചു പോവാ. അങ്ങനെ കനക വീട്ടിൽ പോയിട്ട് പിന്നീട് അനന്തപുരയിലേക്ക് വരുവാണ്. അനന്തപുരയിലേക്ക് വരുന്ന സമയത്ത് ജലജ സീറ്റാവട്ടി പത്രമൊക്കെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. കനകനെ കണ്ടപ്പോഴും ജലജയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവൾ പോയ വഴി തന്നെ ഇങ്ങോട്ട് വന്നിരിക്കുന്നു, ശല്യം ഒഴിവായെന്നോർത്തിരിക്കുമായിരുന്നു. വീണ്ടും ആണ്ട കയറി വരുന്നു. പെട്ടെന്ന് ജലജ ചോദിച്ചു, എന്ത് പറ്റി, നീ പോയ വഴി തന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നതെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് കനക പറഞ്ഞു, അതെ എനിക്കങ്ങനെ പോയി നിൽക്കാൻ പറ്റത്തില്ല അവിടെ. അതെ, ഞാനിവിടെ മോളെ നോക്കാൻ വേണ്ടി വന്നതല്ലായിരുന്നോ, പിന്നെ ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞപ്പോ ഒന്ന് പോയി നിൽക്കാന്ന് ഓർത്ത് അങ്ങോട്ട് പോയെന്ന് പറയണം. ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ എനിക്കറിയാം നീ അവിടെ പോയി നിൽക്കത്തില്ലെന്ന്. ഇവിടെ അങ്ങോട്ട് സുഖം പിടിച്ചു പോയില്ലായിരുന്നോ, അതുകൊണ്ടല്ലേടി നീ ഇങ്ങോട്ട് തിരികെ വന്നേന്ന് ചോദിക്കാം. ഇത് കേട്ടെന്ന് കനകൊടുത്തേ, അനാവശ്യം പറയരുത് കേട്ടോ, ഇവിടുത്തെ കാലം എന്തുകൊണ്ട് സുഖം, എനിക്ക് എന്റെ വീട് തന്നെയാ. പക്ഷെ എങ്കിൽ നവ്യമോൾ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രം, അതെ മൂർത്തി സാറ് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് തിരികെ പോന്നെ, അല്ലെങ്കിൽ ഞാനിങ്ങോട്ട് വരത്തൊന്നും ഇല്ലായിരുന്നു. പിന്നെ അനിമോന്റെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഞാൻ നവ്യമോളെയും കൂടി ഞാൻ വീട്ടിലേക്ക് പോകും. പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല, മനസ്സിലായല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടൻ ജലജ പറഞ്ഞു, എങ്ങനെയായിരുന്നു പോയി തന്നാ മതിയായിരുന്നു, ഒഴിവായല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ വീണ്ടും കയറി വന്നിരിക്കുന്നു പറയാണ്. പക്ഷെ കനക ഇരുന്ന് മൈൻഡ് ചെയ്യാതെ കനക അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാം. അപ്പോഴാണ് നയനെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അമ്മേനെ കണ്ട് ഓടി വന്നിട്ട് ചോദിച്ചു, അല്ല എന്തൊക്കെയുണ്ടാ വീട്ടിൽ വിശേഷങ്ങള്, അച്ഛനും നന്ദൂട്ടനൊക്കെ എന്ത് പറയുന്നു ചോദിക്കുകയാണ്. അവർക്ക് കുഴപ്പമൊന്നുമില്ല മോളെ, സുഖമായിട്ടിരിക്കുന്നു പറയാണ്. പിന്നീട് ഞാൻ പതുക്കെ കനകനെ വിളിച്ചു മാറ്റിക്കൊണ്ട് പോയി ചോദിച്ചു, അല്ല നന്ദൂട്ടിന് വിഷമം ഉണ്ടോന്ന് ചോദിക്കുകയാണ്. അത് വിഷമം ഉണ്ടോന്ന് ചോദിച്ചാൽ അവളുടെ മുഖം കാണുമ്പോൾ എനിക്ക് തന്നെ സങ്കടം വരുന്നുണ്ട്, അവൾ ഇപ്പോഴും അതുപോലെ തന്നെയാ, ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, എന്നാ പിന്നെ അമ്മയ്ക്ക് അവളെയും കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ എല്ലാവരും ചോദിക്കും. അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുന്ന കാര്യമാണ് മോളെ ഇങ്ങോട്ട്, മോൾക്കറിയാലോ. അതല്ലമ്മേ, അവൾ ഇവിടെ വന്ന് എന്റെ അടുത്ത് നിൽക്കുവാണെങ്കിൽ ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു പക്ഷെ അവൾക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയാം. മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് അവൾ ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇന്ന് അവൾ നല്ല വിഷമത്തിലാ. അനി അവളെ കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നു, അവൾക്ക് കല്യാണത്തിന് കൊടുക്കാനുള്ള സാരിയൊക്കെ കൊടുത്തെന്ന് ഗോവിന്ദൻ എന്നോട് പറഞ്ഞു. ഞാൻ ആ മുറി കയറി ചെന്നപ്പോ അതും കെട്ടിപ്പിടിച്ച് നന്ദോട്ട് ഇരുന്ന് കരയുന്ന കണ്ടേ. എനിക്ക് പോലും സഹിച്ചില്ല മോളെ അത് കണ്ടു കഴിഞ്ഞപ്പം, എന്ത് ചെയ്യാനാ. പക്ഷെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് അവൾ അവളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ അവൾ കുഴിച്ചു മൂടിയേക്കുമെന്ന് പറയാം. ഇത് കേട്ട് നയന് പറഞ്ഞു, വലിയ തെറ്റാ ഞാൻ അവളോട് ചെയ്തിരിക്കുന്നേ, ഞാൻ അവളുടെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നേ. കാരണം അവൾക്കൊരു നല്ല ജീവിതം കിട്ടണമെന്ന് എന്റെ ആഗ്രഹം. ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഒരു കാരണവശാലും അവൾക്കൊരു നല്ല ജീവിതം കിട്ടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടമ്മ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേ. അതൊന്നും കുഴപ്പമില്ല മോളെ, മോള് സമാധാനമായിട്ടിരിക്കുക. അനിമോന്റെ ജീവിതവും നന്ദുവിന്റെ ജീവിതം നന്നാവാൻ വേണ്ടിയിട്ട്, നല്ലൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയില്ലേ മോൾ അങ്ങനെയൊക്കെ പറഞ്ഞ്. മോളൊന്നും മനസ്സിൽ വെക്കണ്ടെന്ന് പറയാണ്. അതെ,
മോളൊരു കാര്യം ചെയ്യ, നന്ദുവിനെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ പറയണം. അങ്ങനെ നയന അകത്തേക്ക് കയറി പോവാ. പിന്നീട് നയന നന്ദുവിനെ വിളിക്കുക. നന്ദുവിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. വിളിച്ച് സംസാരിച്ചപ്പോ തന്നെ നയനയ്ക്ക് മനസ്സിലായി, നന്ദുവിന്റെ ആ സൗണ്ട് കേട്ടപ്പോ തന്നെ മനസ്സിലായി അവൾക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ അതെല്ലാം ഉള്ളിൽ ഒതുക്കിയിട്ടാ സംസാരിക്കണേന്ന്. പിന്നെ നയന പറഞ്ഞതേ, മോള് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഈ ചേച്ചിയല്ല പറയുന്നത്, മോൾക്ക് ഇതിനേക്കാൾ നല്ലൊരു ബന്ധം കിട്ടുമെന്ന് പറയാം. ഇത് കേട്ട നന്ദു പറഞ്ഞു, അതെ എനിക്ക് കല്യാണം ഒന്നും വേണ്ട ചേച്ചി, എനിക്ക് അതിനെക്കുറിച്ച് ഓർത്ത് ഒരു ടെൻഷനും ഇല്ല. എനിക്കിപ്പം ചേച്ചിയുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ ഓർത്തിട്ടാ ടെൻഷൻ. ചേച്ചി ആദർശേട്ടനും എത്രയും പെട്ടെന്ന് ഒന്നാവണം. നിങ്ങൾ രണ്ടുപേരും ഒന്നായി കാണുന്ന എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. അതൊക്കെ എന്റെ ആഗ്രഹങ്ങളുള്ളൂ, വേറെ എനിക്ക് ആഗ്രഹങ്ങളൊന്നും ഇല്ലെന്ന് പറയണം. ഇത് കേട്ട നയനയ്ക്ക് ശരിക്കും സങ്കടം വന്ന് നയനയുടെ കണ്ണ് വരെ നിറഞ്ഞൊഴുകുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്ന അടുത്ത ആഴ്ച പ്രമോ വിശേഷമോ. അങ്ങനെ അടുത്ത ആഴ്ച പ്രമോ വിശേഷത്തില് അനാമിക ആ കൊടും ക്രൂരതയൊക്കെ ചെയ്യുന്നുണ്ട് അനിയോടും നന്ദുവിനോടും കൂടെ ഒക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.